ഗൂഗിളിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റി ആരാണെന്നോ? അത് ഒരു 14 വയസ്സുകാരനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വൈഭവ് സൂര്യവംശി. 2025 ലോകത്തെ ഏറ്റവും അധികം പേർ സെർച്ച് ചെയ്ത 6ാമത്തെ പേര്. വിരാട് കോഹ്ലിയെ പോലും ഇക്കാര്യത്തിൽ അവൻ മറികടക്കുന്നു. ബീഹാറിലെ മുഗതേശ്വർ സിൻഹ മോഡസ്റ്റി സ്കൂളിലെ ഒരു 8ാം ക്ലാസ്സുകാരൻ പയ്യൻ എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യൻ പേഴ്സണാലിറ്റിയായി മാറിയത്? ഇന്നലെ ദുബായിലുണ്ടായിരുന്നു അതിനുള്ള മറുപടി. UAEയിൽ അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അരങ്ങേറുകയാണ്. ആദ്യ മത്സരത്തിൽ ഇന്ത്യ ആതിഥേയരെ നേരിടുന്നു. വൈഭവ് സൂര്യവംശി 90 റൺസ് പിന്നിട്ട സമയം. UAE സ്പിന്നർ ഉദ്ദിഷ് സൂരി പന്തറിയാൻ തയ്യാറെടുത്തു. ഉടൻ UAE വിക്കറ്റ് കീപ്പർ സാലിഹ് അമീൻ വൈഭവിനെ സ്ലഡ് ചെയ്യാൻ ആരംഭിച്ചു. കമോൺ ബോയ്സ്, 90s കേഴ്സ്. 90കളിൽ വൈഭവിൻ്റെ സമ്മർദ്ദമേറ്റാനുള്ള ശ്രമത്തിലായിരുന്നു സാലിഹ്. സ്റ്റമ്മൈക്ക് സാലിഹിൻ്റെ ശബ്ദം പിടിച്ചെടുത്തു. ഉടൻ വൈഭവിൻ്റെ മറുപടി എത്തി. എൻ്റെ കൂടെ സെൽഫി എടുക്കണോ നിനക്ക്? ഇന്ത്യൻ ഇന്നിങ്സ് 21ാം ഓവറിലേക്ക് കടന്നു. വൈഭവ് സെഞ്ചുറിയിലേക്കും സമ്മർദ്ദം ഏതുമില്ലാതെ. 2025 വൈഭവിൻ്റെ 6ാം സെഞ്ചുറി. ഇക്കുറി 3 അക്കം തൊട്ടത് വെറും 54 പന്തിൽ. അർദ്ധ സെഞ്ചുറി കുറിച്ചത് 30 പന്തിലാണെങ്കിൽ 100ലേക്ക് അത്ര പോലും എടുത്തിട്ടില്ല. 100ന് ശേഷം 71 റൺസ് കൂടെ സ്കോർ ബോർഡിൽ ചേർക്കാൻ എടുത്തത് വെറും 39 പന്തുകൾ. ഫോർമാറ്റ് ഏതുമായിക്കൊള്ളട്ടെ, വൈഭവ് പക്ഷേ എന്നും T20 മൈതാനങ്ങളിലാണ്. ഇന്നലെ UAEക്കെതിരെ പറത്തിയത് 14 സിക്സറും 9 ഫോറുമാണ്. അടിച്ചെടുത്ത 171 റൺസിൽ 108 റൺസും പിറന്നത് ബൗണ്ടറികളിലൂടെ. നേരിട്ടത് 95 പന്തുകൾ. ബാറ്റ് വീശിയത് 180 സ്ട്രൈക്ക് റേറ്റിൽ. ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് അയാൾ എന്നോ അവകാശവാദം ഉന്നയിച്ച് കഴിഞ്ഞതാണ്. വീണ്ടും വീണ്ടും അയാൾ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. BCCI കാണുന്നുണ്ടോ ഇന്ത്യൻ ക്രിക്കറ്റിലെ റിയൽ പ്രിൻസിനെ? അണ്ടർ-19 ലോകകപ്പിന് 1 മാസം കൂടിയേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ക്രിക്കറ്റ് ലോകത്ത് സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ പല ബോളർമാരുടെയും പേക്കിനാവായി ആ 14കാരൻ മാറിക്കഴിഞ്ഞു. IPLൽ ഇശാന്ത് ശർമ്മയെ തല്ലി തുടങ്ങിയവന് എന്ത് അണ്ടർ-19? UAEക്കെതിരെ 2ാം വിക്കറ്റിൽ ആരോൺ ജോർജിനൊപ്പം 212 റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഇന്നലെ വൈഭവ് പടുത്തുയർത്തിയത്. 50 ഓവർ പിന്നിടുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 433 റൺസ്. ആരോൺ ജോർജും വിഹാൻ മൽഹോത്രയും അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു. ഒടുവിൽ 234 റൺസിൻ്റെ കൂറ്റൻ ജയം. എമർജിംഗ് കപ്പ് ഏഷ്യ കപ്പിൽ UAEക്കെതിരെ സെഞ്ചുറി കുറിച്ചിട്ട് 1 മാസം തികച്ചായിട്ടില്ല വൈഭവ്. അന്ന് വെറും 42 പന്തിൽ അടിച്ചെടുത്തത് 144 റൺസ്. ഇപ്പോൾ ഇതാ UAEയുടെ കൗമാരപ്പടക്കെതിരെയും അയാൾ അത് ആവർത്തിക്കുന്നു. റെക്കോർഡുകൾ പടങ്കത്തിയാക്കുന്നത് വൈഭവിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു പുതിയ കാര്യമല്ലാതായിട്ടുണ്ടല്ലോ. ഇന്നലെയും പിറന്നു ചില നാഴികക്കല്ലുകൾ. യൂത്ത് ഏകദിനത്തിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ എന്ന റെക്കോർഡാണ് വൈഭവിന് തെടിയെത്തിയത്. യൂത്ത് ഏകദിനത്തിൽ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും ഉയർന്ന 2ാമത്തെ സ്കോർ. 2002 അമ്പാട്ടി റായിഡ് കുറിച്ചിട്ട 177 റൺസിൻ്റെ റെക്കോർഡിന് ഇപ്പോഴും ഇളക്കമില്ല. പക്ഷേ വൈഭവ് ഈ പോക്ക് പോയാൽ അത് മറികടക്കാൻ അധികകാലമൊന്നും എടുക്കില്ല. യൂത്ത് ഏകദിനത്തിൽ വൈഭവിൻ്റെ 2ാം സെഞ്ചുറിയാണിത്. നേരത്തെ ഇംഗ്ലണ്ടിനെതിരെയും ഈ വർഷം വൈഭവ് സെഞ്ചുറി കുറിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പാണ് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബീഹാറിനായി മഹാരാഷ്ട്രയ്ക്കെതിരെ വൈഭവ് സെഞ്ചുറി കുറിച്ചത്. 61 പന്തിൽ 108 നോട്ട് ഔട്ട്. അവിടെയും പിറന്നു ചരിത്രം. ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 7 സിക്സും 7 ഫോറുമാണ് അന്ന് വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത്. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 3 അക്കം തികച്ചാണ് വൈഭവ് തൻ്റെ സെഞ്ചുറി പ്രയാണങ്ങൾ ആരംഭിച്ചത്. സഞ്ജു സാംസന് പരിക്കേറ്റതോടെയാണ് രാഹുൽ ദ്രാവിഡ് ഓപ്പണിംഗ് സ്ലോട്ടിൽ വൈഭവിനെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത്. പ്രഥമ സീസണിൽ തന്നെ സഞ്ജുവിൻ്റെ സ്ലോട്ട് പോലും ചോദ്യചിഹ്നമാക്കി വൈഭവ് IPL മൈതാനങ്ങളിൽ നിറഞ്ഞാടി. ഗുജറാത്തിനെതിരെ സെഞ്ചുറി കുറിച്ച് IPL ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയൻ എന്ന നേട്ടത്തിൽ തൊടുന്നു. 252 റൺസാണ് പോയ സീസൺ IPLൽ വൈഭവിൻ്റെ സമ്പാദ്യം. പിന്നീട് അണ്ടർ-19 ക്രിക്കറ്റിൽ ആ മിന്നും ഫോം തുടരുന്നു. ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനുമെതിരെ സെഞ്ചുറികൾ. ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിലും സെഞ്ചുറികൾ. ഫോർമാറ്റ് ഏതായാലും ബാറ്റ് വീശുന്നത് T20 മോഡിലാണ് എന്ന് മാത്രം. യൂത്ത് ഏകദിന ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി. യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ. ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഇന്ത്യ A ടീമിനായി ആദ്യ T20 സെഞ്ചുറി. ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ 2ാമത്തെ സെഞ്ചുറി. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ക്രിക്കറ്റ് ലോകത്ത് വൈഭവ് പിന്നിട്ട നാഴികക്കല്ലുകൾ ഏറെയാണ്. എമർജിംഗ് കപ്പ് ഏഷ്യ കപ്പ് സെമിയിൽ ഇന്ത്യയുടെ പരാജയത്തിന് സുപ്രധാന കാരണം വൈഭവിനെ സൂപ്പർ ഓവറിൽ കളത്തിലിറക്കേണ്ടതില്ലെന്ന ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയുടെ തീരുമാനമായിരുന്നു. അന്ന് ഒറ്റ റൺ പോലും എടുക്കാനാകാതെ ഇന്ത്യൻ ബാറ്റർമാർ വീണു. ജിതേഷ് പരക്കെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ഇന്ത്യൻ നായകൻ ഇക്കാര്യത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പാണ് വൈഭവിനെക്കുറിച്ച് മാത്യു ഹേഡൻ്റെ ഒരു പ്രസ്താവന മുൻ ഇന്ത്യൻ താരവും കമൻറ്റേറ്ററുമായ രവിശാസ്ത്രി ഓർത്തെടുത്തത്. ഗുജറാത്തിനെതിരെ കഴിഞ്ഞ IPLൽ
മുഹമ്മദ് സിറാജിനെയും ഇശാന്ത് ശർമ്മയെയും ഒക്കെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന വൈഭവിനെ കണ്ട് അവന് 14 വയസ്സാണെന്ന് ഞാൻ വിശ്വസിക്കില്ലെന്നാണ് ഹൈഡൻ ആശ്ചര്യത്തോടെ പറഞ്ഞത്. താൻ അദ്ദേഹത്തോട് ശാന്തനാകാൻ ആവശ്യപ്പെട്ടെന്ന് രവിശാസ്ത്രി പറഞ്ഞു വെച്ചു. ഹെയ്ഡനെ പോലെ പലർക്കും അയാളുടെ പ്രായത്തെ ചൊല്ലിയുള്ള സംശയങ്ങളുണ്ട്. 12-ാം വയസ്സിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചൊരാൾ 14-ാം വയസ്സിൽ തൻ്റെ ആദ്യ IPL സെഞ്ചുറി കുറിക്കുന്നു. ആൻഡ് ദ റെസ്റ്റ് വാസ് ഹിസ്റ്ററി. ഗൂഗിളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരനായതിനെക്കുറിച്ച് ചോദ്യത്തിന് താൻ അതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നും കളിയിൽ മാത്രമാണ് ശ്രദ്ധയെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം വൈഭവിൻ്റെ പ്രതികരണം. ഗ്രൗണ്ടിന് പുറത്തെ ശബ്ദങ്ങൾക്ക് അധികം ചെവി കൊടുക്കുന്നില്ല എന്നതാണ് അയാളുടെ വിജയമന്ത്രങ്ങളിലൊന്ന്. വൈകാതെ തന്നെ നമുക്ക് അയാളെ ഇന്ത്യൻ സീനിയർ ടീമിലും കാണാനാകും, തീർച്ച. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാനെത്തുന്ന വൈഭവിൻ്റെ ചിത്രം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ.